ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ടേസ്റ്റി ആയിട്ടൊരു കരിമീൻ മപ്പാസ് ഉണ്ടാക്കാവേ. അതിനായിട്ട് നമുക്ക് ആദ്യം മീൻ മസാല പുരട്ടിയെടുക്കാം. അതിനുള്ള പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഇത് ഇച്ചിരി ഉപ്പും ഒരു മുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് ഇച്ചിരി കട്ടിയായിട്ടായിരിക്കുന്നത്. കുറച്ചും കൂടി ഇതൊന്ന് മീനെ പുരട്ടാവുന്ന പരുവത്തിന് ലൂസാക്കുന്നതിനായിട്ട് 1-2 സ്പൂൺ തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിതിൽ വെള്ളം ഒന്നിനും ഉപയോഗിക്കുന്നില്ല, തേങ്ങാപ്പാലിലും ഉപയോഗിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടാൻ തന്നെയാണ്. ഇപ്പോൾ നമുക്കെല്ലാം അത്യാവശ്യം ലൂസായിട്ടുണ്ട്. ഇനി ഓരോ മീനിലും ഇത് നന്നായിട്ട് തിരിച്ചു കൊടുക്കാം മസാല. നമുക്ക് ഓരോ മീനിലും ഇതിൽ നിന്ന് വായിൻ്റെ വായിലും വയറിൻ്റെയും ഇടയ്ക്കെല്ലാം നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം. അത് മീനിൻ്റെ ആ ഓരോ വരയിലിൻ്റെ ഇടയ്ക്ക് ചേർക്കേണ്ട മീനൊന്ന് ചരിച്ച് കൊടുക്കുമ്പോഴേ അതിൻ്റെ ഓരോ വരയിൻ്റെ ഇടയ്ക്കോട്ട് കയറിക്കുള്ളൂ. ഈ മപ്പാസിനായിട്ട് മേടിച്ച് വന്നല്ലേ, ഞങ്ങളുടെ പുറകിൽ കായലിൽ നിന്ന് ചേട്ടൻ ചൂണ്ടയിട്ട് പിടിച്ച മീനാണിത്. ഇനി കറിക്കുള്ള തയ്യാറെടുപ്പാണ്. അതിനായിട്ട് 2 സവാള, 2 തക്കാളി, 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇത് കറിക്കുള്ള പൊടികളാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ തന്നെ മുളക് പൊടിയുമാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഇത് 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. ഇത് നല്ല തിക്കായിട്ട് 1-ാം പാലും പിന്നെ 2-ാം പാലുമാണ് ഇവിടെ എടുത്തേക്കുന്നത് നമുക്ക് ചെയ്യാനായിട്ട്. നമുക്കിനി ഈ മീനൊന്ന് വറുത്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണയായിട്ടും കറി വെക്കാനാണെങ്കിലും ഫ്രൈ ചെയ്യാനും എല്ലാം ഞാൻ ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. ഓരോ മീനായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീൻ. മീനൊന്ന് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു വാഴയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഇത് കറുത്തിരിക്കുന്നെങ്കിൽ ഇത് ഒത്തിരി കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇത് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. നമുക്കിനി കറി വെച്ചെടുക്കാം. കറി വെക്കാനായിട്ട് മൺചട്ടിയിൽ വേണം വെക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, നമ്മൾ നേരത്തെ അരിച്ച് തരുന്ന സവാള ചേർക്കുക. സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എല്ലാം ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിലിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇപ്പം വെന്ത് കിട്ടുന്നത്. നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അത്യാവശ്യത്തെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറിക്ക് എടുത്ത് വെച്ചിരുന്ന പൊടിയെല്ലാം ചേർത്ത് അതിന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് അതിനെ കട്ട കെട്ട് കേൾക്കുന്നതെല്ലാം ഇളക്കി മാറ്റാം. നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് ഈ പാലിൽ കിടന്ന് ഇത് നന്നായിട്ട് ഇത് വെന്ത് വരണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ? പിന്നെ മീനെല്ലാം ചേർത്ത് കൊടുക്കാം. താഴേന്ന് ചാറ് എല്ലാം കോരി നമുക്ക് മീനിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം. അതെന്ന് വെച്ചാൽ ഇളക്കാൻ പറ്റത്തില്ലല്ലോ, മീൻ പൊടിഞ്ഞു പോകത്തില്ലേ. ഇപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോൾ തന്നെ മീനെല്ലാം അതിലോട്ട് അങ്ങ് ആയിക്കോളും, ചാറിലോട്ട്. ഇപ്പം നല്ല ഇങ്ങനെ കുറുകിയിരിക്കുന്നെങ്കിലും നമുക്ക് 1-ാം പാലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രേവിയുടെ ആ ഒരു തിക്നെസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്നാം പാല് ചേർത്തിട്ട് ഒത്തിരി ഇത് തിളയ്ക്കൊന്നും വേണ്ട. തിള തുടങ്ങുമ്പോൾ തന്നെ തക്കാളി നിരത്തി വെച്ചിട്ട് നമുക്കൊരു വാഴയില കൊണ്ട് മൂടി വയ്ക്കാം. അതൊന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് തുറന്ന് നമുക്ക് സെർവ് ചെയ്യാവേ. ഇത് പൊടിയാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ചട്ടകത്തിന് ഒരു പാത്രത്തോട്ട് എടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം.